നമുക്കെല്ലാവർക്കും അറിയാം, മഴയാണ്, ഒരുപാട് ഡെങ്കിപ്പനികൾ വരുന്നുണ്ട്. ഈ ഡെങ്കി എന്ന് പറയുന്ന ഒരു വൈറലാണ്. ഇത് കൊതുക് കടിയിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നമുക്ക് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടിൻ്റെ ചുറ്റും പരിസരത്തുമുള്ള മോസ്കിറ്റോ വളരാൻ സാധ്യതയുള്ള സകല സാഹചര്യങ്ങളും ഒഴിവാക്കണം. കൊതുക് കടി കിട്ടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കുഞ്ഞുങ്ങളിലും വലിയവരിലും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡെങ്കിപ്പനി ഒരു വൈറൽ ഫീവർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അസാധാരണമായിട്ടുള്ള പനി ഹൈ ഗ്രേഡ് ഫീവർ ആണ്. 100 to 101, 103 ടെമ്പറേച്ചർ കാണിക്കുന്നു. അസഹനീയമായിട്ടുള്ള തലവേദന, കണ്ണുവേദന, ദേഹം വേദന, ദേഹത്ത് റാഷസ്, ജോയിൻറ്റ് പെയിൻ, ഭയങ്കരമായിട്ടുള്ള വോമിറ്റിംഗ് സെൻസേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ 1% ആൾക്കാർ മാത്രമാണ് ഡെങ്കി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും ചെയ്യുന്നുള്ളൂ. ആ കോംപ്ലിക്കേഷൻസ് ജീവഹാനി വരുത്തുന്ന രീതിയിലായിട്ട് 1% ആൾക്കാരിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. നമ്മൾക്ക് ഇതൊരു പ്രിവെൻറ്റീവ് ഡിസീസ് ആണ്. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടിന് ചുറ്റും പാടും ഉള്ള കൊതുക് വളരാൻ സാധ്യതയുള്ള, കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള സകല സാഹചര്യങ്ങളും ഒഴിവാക്കുക. മോസ്കിറ്റോ നെറ്റ്സ് യൂസ് ചെയ്യുക, മോസ്കിറ്റോ റിപ്പല്ലൻറ്റ് ക്രീംസ് യൂസ് ചെയ്യുക. മറ്റ് ശ്വാസ തടസ്സ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കോയിൽസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി സിംറ്റമാറ്റിക് സപ്പോർട്ടീവ് മാനേജ്മെൻ്റ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക.